ആളെ വിളിച്ചത് കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച വരാറുന്നു. ഇതുവരെയായിട്ട് ആളുടെ പൊടി പോലും കാണാനില്ല. ഒരു പ്രശ്നമല്ലെങ്കിൽ അടുത്ത പ്രശ്നം, അത് തീരുമ്പോൾ അടുത്ത പ്രശ്നം. ആയി സുന്ദരി കുട്ടിയായല്ലോ. ഈ വരാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഈ പ്രോമിസ് ചെയ്യാൻ നിൽക്കരുത്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് പ്രകൃതി നിയമമാണ് തോന്നുന്നുണ്ട്. വാഷിംഗ് മെഷീൻ കേടായിട്ട് ആളെ വിളിച്ചത് കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച വരാറുന്നു. ഇതുവരെയായിട്ട് ആളുടെ പൊടി പോലും കാണാനില്ല. ഒരു പ്രശ്നമല്ലെങ്കിൽ അടുത്ത പ്രശ്നം, അത് തീരുമ്പോൾ അടുത്ത പ്രശ്നം. ആസ് യൂഷ്വൽ അമ്മുദ യൂണിഫോമിലാണ്. ആ കുട്ടി യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയല്ലോ. എന്തോ സങ്കടം. അതാണ് 4 ദിവസം ലീവ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ചൊത്തിന് ഭയങ്കര സങ്കടമാണ് സ്കൂളിൽ പോവാ അല്ലേ? ആയി സുന്ദരി കുട്ടിയായല്ലോ. ചൊത്തു വരൂ, ചൊത്തു വാ, ഓടി വാ. ക്ലാസ്സിലൊക്കെ അത്യാവശ്യം നല്ല മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ ആൾക്ക് പ്രശ്നം എന്നുള്ളത് ഒരു പിടിയും കിട്ടണില്ല ഇതുവരെയായിട്ട്. അടിക്കുന്നില്ല, ചീത്ത പറയുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാരണം അമ്മ അവിടെ ജോലി ചെയ്യുന്നതല്ലേ. പിന്നെന്താ ഈ കുട്ടികൾക്ക് പ്രശ്നം എന്നുള്ളതാണ് എനിക്കും മനസ്സിലാവാത്തത്. ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ല, പക്ഷേ വയ്യ, പോവാൻ വയ്യ, മടിയാ. മാർക്കൊക്കെ ഉണ്ട് സ്കൂളിൽ, അതാ രസം. ഇന്നെങ്കിലും അങ്ങനെ ഒന്ന് വന്നാൽ മതിയായിരുന്നു. ഈ വരാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഈ പ്രോമിസ് ചെയ്യാൻ നിൽക്കരുത്. മറ്റൊരാൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കാത്തിരിക്കുന്നുള്ള ഒരു കാര്യം ചിന്തിക്കേണ്ടേ അവർ. അപ്പം അവർക്ക് വേറെ ജോലി കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അയാൾക്ക് ചിലപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീൻ മാത്രമായിരിക്കില്ല, 100 എണ്ണം വേറെ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്കിത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ മെയിൻ കാര്യം എന്ന് പറയണത്. അതുള്ളത് തുറന്ന് പറഞ്ഞുകൂടെ? വരാൻ പറ്റില്ലെങ്കിൽ വരാൻ പറ്റില്ല, അത്രയല്ലേ ഉള്ളൂ. വീട്ടിൽ വൈഫും കുട്ടിയും ഫാമിലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ജോലിയിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ 2 പേരും അല്ലെങ്കിൽ ഈ പറയുന്ന 3 പേരും തിരക്കിലാണ്. പരസ്പരം കാണാൻ പറ്റില്ല. അവർ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം മാത്രമാണ് എൻ്റെ ഈ വ്ളോഗിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നുള്ളൂ. കാരണം ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളുടെ അടുത്ത് എത്ര നേരം സംസാരിക്കും? നിങ്ങൾക്ക് ബോറടിച്ച ഒരു വഴിയാവില്ലേ? അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു ജഗപ്പോക ഉണ്ടാവും, അത്ര തന്നെ. കുട്ടിയെ കൊണ്ടാക്കി വരുന്ന വഴിക്ക് റേഷൻ കടയിൽ നിന്ന് കയറി. ഇതുകൊണ്ടോ ഇത്രയും സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടും. അങ്ങനെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു കുക്കറാണ്. ഏകദേശം ഒരു 5-6 ലിറ്റർ സാമ്പാറുണ്ടായിരിക്കും. 2-3 ദിവസത്തേക്ക് ഓടും എന്തായാലും. അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാനും കൂട്ടാനുണ്ടാക്കാനൊന്നും കഴിയൂല. ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. ഇപ്പോൾ 2:30 മണിയായി. ഇപ്പോൾ കുട്ടീനെ പോയിട്ട് കൊണ്ടുവരണം. 3 മണിയാകുമ്പോഴേക്ക് സ്കൂൾ വിടും. 5:30 പിന്നെ വൈഫിന് വിടുള്ളൂ. അപ്പോൾ ആ നേരം ആകുമ്പോഴേക്ക് അവിടേക്ക് എത്തിയാൽ മതി. നിങ്ങൾക്കൊരു കാര്യം അറിയോ? വാഷിംഗ് മെഷീനില്ലേ, അത് നേരെയാക്കാൻ വരാന്നുള്ളത് കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞതാ. ഇതുവരെ ആളെത്തിയിട്ടില്ല. ഇതിനകത്ത് ഹീറ്റ് എന്നാണല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാധനം നേരെയാക്കാൻ ആള് വന്നെങ്കിലേ പരിപാടി നടക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പുതിയൊരു വാഷിംഗ് മെഷീൻ വാങ്ങണം. എന്തെങ്കിലും അഭിപ്രായം? പുതിയത് വാങ്ങണോ? വാങ്ങാതെ എന്താ ചെയ്യാ? വാങ്ങണ്ടേ? തുണി ഇടുമ്പണ്ടേ? നേരൊക്കെ ഓടിച്ചാ പോരെ? അതോ പുതിയത് വാങ്ങണോ? എത്രയത് നേരെ കയ്യിലും വേണ്ടേ കുറേ പൈസ? കൊറേ അറിയില്ല എന്താവും എന്നുള്ളത്. എന്തായാലും ഒരു 10-15 കൊല്ലത്തിന്റെ പഴക്കം എങ്ങനെയാലും ആ വാഷിംഗ് മെഷീൻ ഉണ്ട്. ഒന്നും കൂടി നേരെ ആക്കിയാലും നമ്മള് ഫോണ് വാങ്ങുന്നവരെ. ഫോണ് വാങ്ങണമെങ്കിൽ 1,80,000 റുപ്യ വരും. പുതിയ ഫോൺ എടുക്കണമെങ്കിൽ അത് അത്രയൊന്നും വേണ്ട. എന്നാലും അതിനാ വില ഉണ്ട്. അത് പിന്നെ നോക്കാം. വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ നമുക്ക് വൈകാതെ നോക്കാം അല്ലേ? എന്താ വെച്ചെണ്ണ? ഇച്ചെണ്ണ കാണാം. പാത്രം മോറിയിട്ടാണ്. അതിന്നോട്ടെ. മുത്തച്ചിട്ട് മുത്തച്ചി കൊണ്ടിട്ടാണ്. കുപ്പിയൊക്കെ മോറിയിട്ടാണ്. ചൊത്തം പഠിച്ചതാ വെളിച്ചെണ്ണ അല്ലേ? അതെ. കുഞ്ഞിന് കടയിൽ പോയോ? എന്നിട്ടോ ചെണ്ണ മേടിച്ചു. ചെണ്ണ വാങ്ങി. പിന്നെന്താ ഒന്നും കൂടി ഉണ്ടല്ലോ. അതിനെ മുട്ടന്നെ, വേറെ ഒന്നുമില്ല. എങ്ങനെയുണ്ട് സാമ്പാർ? നല്ല രസമുണ്ട്, നന്നായിട്ടുണ്ട്. താഴത്ത് കളഞ്ഞോ? ചൊത്തം കളയില്ല, ചൊത്ത സൂപ്പറല്ലേ? ഇതിൽ പറഞ്ഞോണ്ട മുത്തശ്ശിക്ക് ആരാ ഒഴിച്ചു കൊടുക്കുന്ന നോക്ക് കറക്റ്റ് ആയിട്ട്. നേരത്തെ കളയാതെ ഒഴിച്ചത് കണ്ടോ? കണ്ടോ 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 കൊച്ചുകൂടി കണ്ടോ കണ്ടോ കണ്ടോ? കൊച്ചുകൂടി വേണം. ഇതാണ് ചൊത്ത. എത്ര സൂപ്പറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒരു പേരക്കുട്ടീനെ നിങ്ങൾക്ക് ലോകത്ത് വേറെ കിട്ടുമോ?
അമ്പം മതി മതിയോ കൊച്ചും കൂടി അതിൻ്റെ അമ്പം ആ സാമ്പാർ തൊട്ട് വെക്കുക. ദോശ വേണ്ടാന്നിട്ട് തൊട്ട് വെക്കാനാ. വെറുതെ ചുമ്മാ അപ്പൊ എനിക്ക് ഇല്ലേ 5 ലിറ്റർ ഉണ്ടാക്കി വെച്ചിരിക്കണ ഞാന്. 1 2 ഒന്നല്ല 5 ലിറ്റർ. ആ എനിക്ക് അത് മതി. നിങ്ങളൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ളത് തന്നാ മതി. കിട്ടിയാ അടിച്ചു കൊല്ലു അടിച്ചു കൊല്ലു ഒന്നോ അയ്യോ കൊന്നു ഒന്നോ എവിടെ നാളെ പോയി ചത്തുപോയി ചത്തുപോയോ ഞാൻ പറഞ്ഞു പോയി അതെന്റെ സാമ്പാർ രസമല്ലേ? ഉണ്ടോ രസമുണ്ടോ? നല്ല രസമുണ്ട് അങ്ങോട്ടാണ് വന്നുപോയി എന്നിട്ടാണ് ചണ്ടി കുഞ്ഞാന് പറഞ്ഞു ചണ്ടി കുഞ്ഞാണിന്ന് പറഞ്ഞോ? അപ്പൊ വാവ എന്ത് പറഞ്ഞു? അവിടെ ഫോണ് ആടെ ഫോണിട്ടാ എന്റെ ഫോണല്ലേ ഇരിക്കണേ. ചപ്പയുടെ അങ്ങനെ അപ്പ ഇട്ടോളൂ. ഫോണും കണ്ടിട്ട് അപ്പ ഇട്ടോളൂ. അതിനല്ലേ ഇപ്പൊ ഫോണും ചോദിച്ചിട്ട് വന്നിരിക്കണേ. മറ്റേ അച്ഛ അവിടെ ഇന്നോ അവിടെ ഇവിടെ അപ്പോൾ ഇന്നത്തെ കുട്ടി ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ബ്ലോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബായ്.